ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് 30, 31 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഉടൻ വരുന്ന CPO എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ടാലന്റ് അക്കാദമിയുടെ റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. 200-ലധികം മണിക്കൂറുകൾ വരുന്ന ക്ലാസ്സുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. അതേപോലെ ഈ ഒരു ക്ലാസ്സിലൂടെ അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. കോഴ്സിൻ്റെ പ്രൈസ് വരുന്നത് 899 രൂപയാണ്. നിങ്ങൾക്ക് 399 രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. എക്സാമിന് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുക്കുക, നല്ല രീതിയിൽ പരിശീലിക്കുക. അതേപോലെ ഈ ഒരു CPO എക്സാമിലെ കംപ്ലീറ്റ് സിലബസ് കവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമിയുടെ റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 3 വോളങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് സിലബസ് കവറേജ് കിട്ടുന്ന NCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു റാങ്ക് ഫയൽ ഉടൻ തന്നെ സ്വന്തമാക്കൂ. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ്. 2026 മാർച്ചിൽ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയി നിയമിതനായത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, അഡ്വക്കേറ്റ് P. ശ്രീകുമാർ ആണ്. ആരാണ്? P. ശ്രീകുമാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് പ്രത്യേകത? 2026 മാർച്ചിലാണ് ഈ ഒരു അപ്പോയിൻമെന്റ് വരുന്നത്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ടാണ് അദ്ദേഹം നിയമിതനാവുന്നത്. അപ്പോൾ എന്താണ് കേരള ഹൈക്കോടതിയിൽ, അതായത് നമ്മുടെ രാജ്യത്തെ ഹൈക്കോടതികളിൽ ഇതേപോലെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പദവികൾ വന്നതിന് ശേഷമുള്ള കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അപ്പോയിൻമെന്റ് ആണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ആരാണ്? P. ശ്രീകുമാർ ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 3 വർഷമാണ് ഇതിന്റെ കാലാവധി വരുന്നത്. ഇനി നിലവിൽ അദ്ദേഹം എന്താണ്? നമ്മുടെ കേരള ഗവർണറുടെ നിയമ ഉപദേഷ്ടാവാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. നിലവിൽ അദ്ദേഹം എന്താണ്? നമ്മുടെ കേരള ഗവർണറുടെ നിയമ ഉപദേഷ്ടാവാണ്. 3 വർഷത്തേക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ട് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു പുരസ്കാരമാണ്. അപ്പോൾ 2026 ആബേൽ സമ്മാനം, ആബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഓർത്ത് വെക്കുക, ഗെർഡ് ഫാൾട്ടിങ്സിനാണ്. ആർക്കാണെന്ന് ഓർത്ത് വെക്കുക, ഗെർഡ് ഫാൾട്ടിങ്സിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എന്താണ്? 2026 ആബേൽ സമ്മാനമാണ്, ആബേൽ പ്രൈസ് ആണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ജർമ്മൻകാരനാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹം എന്താണ്? ഒരു ജർമ്മൻ ഗണിത ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ആരാണ്? ഗെർഡ് ഫാൾട്ടിങ്സിനാണ് 2026 ഈ ഒരു ആബേൽ സമ്മാനം ലഭിച്ചത്. ഇനി ആബേൽ സമ്മാനം നമുക്കറിയാവുന്നതാണ്, ലോകമെമ്പാടുമുള്ള ഗണിത ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ഒരു പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് എന്താണ് ഈ ഒരു ആബേൽ സമ്മാനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് ഈ ഒരു മാത്തമാറ്റിക്സിന്റെ നൊബേൽ എന്ന് അറിയപ്പെടുന്ന ഒരു പുരസ്കാരം കൂടിയാണ് ആബേൽ സമ്മാനം. അതേപോലെ ഫീൽഡ് മെഡലും എങ്ങനെയാണ് ഈ ഒരു നൊബേൽ പ്രൈസ്, അതായത് മാത്തമാറ്റിക്സിന്റെ നൊബേൽ പ്രൈസ് എന്ന് അറിയപ്പെടുന്നതാണ്. അതേപോലെ തന്നെ നൽകുന്ന ഒരു പുരസ്കാരമാണ് എന്താണ്? ആബേൽ സമ്മാനം അല്ലെങ്കിൽ ആബേൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 2026 ഈ ഒരു പുരസ്കാരം, ആബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ഗെർഡ് ഫാൾട്ടിങ്സിനാണ്. അദ്ദേഹം എന്താണ്? ഗണിത ശാസ്ത്രജ്ഞനാണ്. എന്താണ്? ജർമ്മനിയിൽ നിന്നുള്ള ഗണിത ശാസ്ത്രജ്ഞനാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ജർമ്മനിയിൽ നിന്ന്, അതായത് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ പൗരനാണ്. ആരാണ്? ഗെർഡ് ഫാൾട്ടിങ്സ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് ഈ ഒരു പുരസ്കാരം, ആബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ജർമ്മൻ പൗരനാണ്. ആരാണ്? ഗെർഡ് ഫാൾട്ടിങ്സ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ്. ഓർത്തു വെക്കുക, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. എന്താണ്? നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെയാണ് ആദ്യഘട്ട ഉദ്ഘാടനമാണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇനി അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ വർഷങ്ങൾക്ക് ശേഷം ജമ്പ് സ്റ്റാർട്ട് അപ്രോച്ച് എന്ന സംരക്ഷണ പദ്ധതിയിലൂടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കുഞ്ഞ് ജനിച്ച സംസ്ഥാനം ഏതെന്നാണ്. അപ്പോൾ ഓർത്ത് ഗുജറാത്തിലാണ് എന്താണ് ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. എവിടെയാണ്? ഗുജറാത്തിലാണ് എന്നുള്ള കാര്യം അത് നോട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച ആ ഒരു പദ്ധതി, ഏത് പദ്ധതിയിലൂടെയാണ് ഈ ഒരു കാര്യം നടന്നത് എന്നുള്ള കാര്യം അത് നോട്ട് ചെയ്യുക. ജമ്പ് സ്റ്റാർട്ട് അപ്രോച്ച്. എന്താണ്? ജമ്പ് സ്റ്റാർട്ട് അപ്രോച്ച് എന്നുള്ള പദ്ധതിയിലൂടെയാണ് ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. അതായത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ ഒരു കുഞ്ഞിനെ ജന്മം നൽകാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്.
ഇനി ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ്, വർഷങ്ങൾക്ക് ശേഷമാണ്, 10 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് അവിടെ ഗുജറാത്തിലെ ഈ ഒരു എന്താണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ കുഞ്ഞ് ജനിക്കുന്നത്. ഇനി ഒരു പദ്ധതി ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ നടപ്പിലാക്കിയത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും അതേപോലെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും രാജസ്ഥാന്റെ ഗുജറാത്തിന്റെ വനംവകുപ്പും ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്നുള്ള പക്ഷി. അപ്പോൾ ഈ ഒരു പക്ഷി എന്നാണ് രാജസ്ഥാന്റെ സംസ്ഥാന പക്ഷിയാണ്. എന്താണ്, രാജസ്ഥാന്റെ സംസ്ഥാന പക്ഷിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ കുഞ്ഞ് ജനിച്ച സംസ്ഥാനം, അടുത്തിടെ ജനിച്ച സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക, ഗുജറാത്താണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2027 നടക്കുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് ആരെന്നാണ്? ഓർത്തു വെക്കുക, സുദർശൻ പട്നായിക് ആണ്. ആരാണ്? സുദർശൻ പട്നായിക് ആണ് ഈ ഒരു എന്താണ് അംബാസഡറായിട്ട്, അതായത് ബ്രാൻഡ് അംബാസഡറായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു സാൻഡ് ആർട്ടിസ്റ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സാൻഡ് ആർട്ടിസ്റ്റിലൂടെ ആർട്ടിലൂടെ 2027 നടക്കുന്ന സെൻസസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഈ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ആരെയാണ്? സുദർശൻ പട്നായിക്കിനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി 2027 നടക്കാൻ പോകുന്നത് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ രൂപത്തിൽ നടക്കുന്ന കംപ്ലീറ്റ് ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും 2027 നടക്കുന്നത്. അദ്ദേഹത്തെ സുദർശൻ പട്നായിക്കിനെ ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് കൊണ്ടുവന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് ഏത് വർഷമാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 1872 എന്നാണ്. 1872 ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടക്കുന്നത്. അത് ലോർഡ് മേയയുടെ കാലത്തായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഔദ്യോഗികമായിട്ട് ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്നത് ഏത് വർഷമാണ്? അത് 1881 1881 ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്നത്. അത് ലോർഡ് റിപ്പന്റെ കാലഘട്ടത്തിലായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ നിലവിലെ എന്താണ് ഈ ഒരു സെൻസസ് കമ്മീഷണർ ആരാണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അത് എന്താണ്? മൃത്യുഞ്ജയ് കുമാർ നാരായൺ ആണ്. ആരാണ്? മൃത്യുഞ്ജയ് കുമാർ നാരായൺ ആണ് എന്താണ് നിലവിലെ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2027 നടക്കുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് ആരാണെന്ന് ഓർത്തു വെക്കുക, സുദർശൻ പട്നായിക് ആണ്. ഇനി ഒരു പബ്ലിക് ഡാറ്റാബേസ് പ്ലാറ്റ്ഫോം ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് ഇതാണ്. എന്താണ്? MLAtrack.com. എന്താണ്? MLAtrack.com എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കാം. MLAമാരുടെ നിയമസഭയിലെ ദൈനംദിന ഇടപെടലുകൾ, ഹാജർ, സഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾ എന്നിവ പൊതുജനങ്ങൾക്ക് വിലയിരുത്തുന്നതിനായിട്ട് അടുത്തിടെ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ ഡാറ്റാബേസ് പോർട്ടലാണിത്. അപ്പോൾ ആ പോർട്ടലിന് നൽകിയിരിക്കുന്ന പേരെന്താണെന്ന് ഓർത്തു വെക്കുക. MLA. എന്താണ്? MLAtrack.com എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത്. അതായത് 2021-2026 കാലഘട്ടത്തിലുണ്ടായിരുന്ന നിയമസഭ, അതായത് 15ാം കേരള നിയമസഭയിലെ 140 MLAമാരുടെ കാര്യങ്ങളും അവരുടെ ഭരണ നിർവഹണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വളരെ ലളിതമായ രീതിയിൽ അറിയുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡാറ്റാബേസ് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഡാറ്റാബേസ് കൊണ്ടുവരുന്നത്, പുറത്തുവിടുന്നത്. അതായത് ജനങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റാബേസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക. ഈ ഒരു പോർട്ടലിന്റെ പേരെന്താണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. MLAtrack.com എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായി ആർട്ട് റാപ്പ് ചെയ്ത വിമാനമായ ദി ഫ്ലൈയിങ് ക്യാൻവാസ് അടുത്തിടെ പുറത്തിറക്കിയ എയർലൈൻ ഏതെന്നാണ്? അപ്പോൾ ഓർത്തു വെക്കുക, എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ഇത്തരത്തിൽ ദി ഫ്ലൈയിങ് ക്യാൻവാസ് എന്ന രീതിയിൽ ഒരു വിമാനം അടുത്തിടെ പുറത്തിറക്കിയത്. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായി ആർട്ട് റാപ്പ് ചെയ്ത വിമാനമാണ്. അതായത് നമുക്കറിയാം, നേരത്തെ ഇതേപോലെ വിമാനങ്ങളിൽ ആർട്ട് റാപ്പ് ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? പൂർണ്ണമായിട്ടും, അതായത് ഈ ഒരു വിമാനം കംപ്ലീറ്റ് ആയിട്ടും ആർട്ട് റാപ്പ് ചെയ്തിരിക്കുകയാണ്, ക്യാൻവാസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡിസൈൻ ചെയ്ത ഈ ഒരു വിമാനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണെന്ന് നോട്ട് ചെയ്യുക. ദി ഫ്ലൈയിങ് ക്യാൻവാസ് എന്ന രീതിയിലാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിമാനം പുറത്തിറക്കിയത് ഏത് എയർലൈൻ ആണ്? എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് പുറത്തിറക്കിയത്. ഇനി ഈ ഒരു വിമാനം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക. 7378 എന്നുള്ള വിമാനമാണ്. 7378 എന്നുള്ള ഈ ഒരു വിമാനമാണ് ഇത്തരത്തിൽ ആർട്ട് വർക്ക് ചെയ്ത് പുറത്തിറക്കിയത്. ഇനി ഇതിന്റെ ഡിസൈൻ ഒരുക്കിയത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. പ്രശസ്ത കലാകാരിയായിട്ടുള്ള ഓഷിൻ ശിവയാണ്. ആരാണെന്ന് ഓർത്തു വെക്കുക. ഓഷിൻ ശിവയാണ്. ഓർത്തു വെക്കുക. ഓഷിൻ ശിവയാണെന്നാണ് ഈ ഒരു കലാകാരി അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് വർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി കൊച്ചി എന്ന ബിനാലെ നമുക്കറിയാവുന്നതാണ്. കൊച്ചി മുസീരിയസ് ബിനാലയും അതേപോലെ തന്നെ ഈ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്നിട്ടാണ്, സഹകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വിമാനം ക്യാൻവാസ് ആക്കി മാറ്റിയിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
അതേപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരത്തെ ലോകമെമ്പാടും അറിയിക്കാൻ വേണ്ടിയിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് തയ്യാറാക്കിയിട്ടുള്ള ടെയിൽ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു പദ്ധതിയുടെ വിപുലീകരണവും കൂടിയാണിത്. സാധാരണ ഈ ഒരു വിമാനങ്ങളുടെ വാൽഭാഗത്ത് മാത്രം കണ്ടുവരുന്ന ഡിസൈനുകൾ സാധാരണ കൊടുക്കാറുണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇത്തരത്തിൽ ഡിസൈൻ ചെയ്ത വിമാനം പുറത്തിറക്കിയ എയർലൈൻ ഏതാണെന്ന് നോട്ട് ചെയ്യുക, എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ചെറിയ നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കാനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായിട്ട് കൊണ്ടുവന്ന ബില്ല് ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ജൻവിശ്വാസ ഭേദഗതി ബില്ലാണ്. എന്താണ്? ജൻവിശ്വാസ ഭേദഗതി ബില്ലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തിടെ ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. 2026 മാർച്ച് 27-നാണ് ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഇത് അവതരിപ്പിച്ചത് ആരാണ്? വാണിജ്യ വ്യവസായ സഹമന്ത്രിയായിട്ടുള്ള ജിതിൻ പ്രസാദയാണ്. ആരാണ്? ജിതിൻ പ്രസാദയാണ് ഈ ഒരു ബില്ല് ലോക്സഭയിൽ ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മാർച്ച് 27-നാണ് അവതരിപ്പിച്ചത്. എന്താണ് ആ ബില്ലെന്ന് ഓർത്തു വെക്കുക? ജൻവിശ്വാസ ഭേദഗതി ബില്ലാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ബില്ലാണ്? ചെറിയ നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവയുടെ ശിക്ഷയൊക്കെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വന്യജീവി മേൽപ്പാലം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലെ രൺഥംബോർ രൺഥംബോർ മേഖലയിൽ തുറന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വന്യജീവി മേൽപ്പാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വന്യജീവി മേൽപ്പാലമാണ്. എവിടെയാണ് വന്നിരിക്കുന്നത്? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലെ രൺഥംബോർ മേഖലയിലായിട്ടാണ് തുറന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വന്യജീവി മേൽപ്പാലം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വന്യജീവികളുടെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ ആവാസ വ്യവസ്ഥയിൽ കോട്ടങ്ങളൊന്നും വരാതെ അവർക്ക് സുഖമായിട്ട് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൂട്ടിയിടികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് സുഖമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മേൽപ്പാലം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ വന്നിട്ടുള്ള ഈ ഒരു മേൽപ്പാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വന്യജീവി മേൽപ്പാലമാണിത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ലിയോ മാർപ്പാപ്പ സന്ദർശിക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, മൊണാക്കോയാണ്. മൊണാക്കോയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ലിയോ മാർപ്പാപ്പ സന്ദർശിക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമാണ് മൊണാക്കോ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നീണ്ട കുറേ നാളുകൾക്ക് ശേഷമാണ്, അതായത് ഏകദേശം 488 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മാർപ്പാപ്പ മൊണാക്കോ സന്ദർശിക്കുന്നത്. ഈ ഒരു രാജ്യം സന്ദർശിക്കുന്നത് 488 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മാർപ്പാപ്പ ഈ ഒരു രാജ്യം സന്ദർശിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി മൊണാക്കോയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യമാണ് മൊണാക്കോ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? അത് വത്തിക്കാനാണ്. ഇനി മൊണാക്കോയുടെ ഭരണാധികാരി ആരാണ്? നിലവിലെ ഭരണാധികാരി ആരാണ്? അത് ആൽബർട്ട് രണ്ടാമനാണ്. ആൽബർട്ട് രണ്ടാമനാണ് നിലവിൽ ഈ ഒരു രാജ്യം ഭരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത? അടുത്തിടെ ലിയോ മാർപ്പാപ്പ സന്ദർശിച്ച ഒരു രാജ്യമാണ്. അപ്പോൾ ലിയോ മാർപ്പാപ്പ സന്ദർശിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് മൊണാക്കോ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 മാർച്ചിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മുൻ നേപ്പാൾ പ്രധാനമന്ത്രി ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, KP ശർമ്മ ഒലിയാണ്. ആരാണ്? KP ശർമ്മ ഒലിയാണ്. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു, നമുക്കറിയാവുന്നതാണ്. മുൻ നേപ്പാൾ പ്രധാനമന്ത്രിയാണ്. ആരാണ്? ശർമ്മ ഒലി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ അദ്ദേഹത്തെ എന്തിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്? ജൻസി പ്രക്ഷോഭം, നേപ്പാളിലുണ്ടായ ആ ഒരു ജൻസി പ്രക്ഷോഭം അടിച്ചമർത്തിയതിനെ തുടർന്ന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയെ തുടർന്നാണ് അദ്ദേഹത്തെ ഈ ഒരു കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ മാത്രമല്ല, നേപ്പാളിന്റെ മുൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ലേഖകിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശർമ്മ ഒലിയെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിലവിലെ നേപ്പാളിന്റെ പ്രധാനമന്ത്രി ആരാണെന്ന് നമുക്കറിയാവുന്നതാണ്. ബലേന്ദ്ര ഷായാണ്. ആരാണ്? ബലേന്ദ്ര ഷായാണ് നിലവിൽ നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 ജപ്പാൻ ഗ്രാൻഡ് പ്രിക്സിൽ കിരീടം നേടിയത് ആരെന്നാണ്. ഓർത്തു വെക്കുക, കിമി ആന്റോനെല്ലിയാണ്. ആരാണ്? കിമി ആന്റോനെല്ലിയാണ് 2026 നടന്ന ജപ്പാൻ ഗ്രാൻഡ് പ്രിക്സിലെ കിരീടം നേടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് നല്ലപോലെ ഓർത്തു വെക്കുക. ഏത് വ്യക്തിയാണെന്ന് ഓർത്തു വെക്കുക? കിമി ആന്റോനെല്ലിയാണ്. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കിമി ആന്റോനെല്ലി. അപ്പോൾ അദ്ദേഹം 2026 ജപ്പാൻ ഗ്രാൻഡ് പ്രിക്സിൽ വിജയിച്ചിരിക്കുകയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു വിയോഗമാണ്. 2026 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ നടൻ
ആരെന്നാണ് ഓർത്തു വെക്കുക, ജെയിംസ് ടോൾക്കൻ ആണ്. ആരാണ്? ജെയിംസ് ടോൾക്കൻ ആണ്. അപ്പോൾ അദ്ദേഹം മന്ത്രിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം എന്താണ്? പ്രശസ്തനായിട്ടുള്ള ഒരു അമേരിക്കൻ നടനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ന്യൂ SCRT NCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. 3 വോളിയങ്ങളായിട്ടാണ് റാങ്ക് ഫയൽ വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ റാങ്ക് ഫയൽ സ്വന്തമാക്കുക. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2026 മാർച്ചിൽ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി നിയമിതനായത് ആരെന്നായിരുന്നു നോക്കിയത്? P. ശ്രീകുമാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. 3 വർഷത്തേക്കാണ് നിയമനം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു. 2026 ആബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഗെർഡ് ഫാൾട്ടിങ്സിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ജർമ്മൻകാരനായിട്ടുള്ള ഒരു ഗണിത ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. പിന്നീട് നമ്മൾ നോക്കിയ മറ്റൊരു പോയിന്റ് ഇതായിരുന്നു. നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ്? നരേന്ദ്രമോദിയാണ് ഈ ഒരു വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കുഞ്ഞ് അടുത്തിടെ ജനിച്ച സംസ്ഥാനം ഏതെന്നായിരുന്നു? ഗുജറാത്ത് ആണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്താണ്? ജമ്പ് സ്റ്റാർട്ടപ്പ് അപ്രോച്ച് എന്ന സംരക്ഷണ പദ്ധതിയിലൂടെയാണ് ഈ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 2027 നടക്കുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് ആരെന്നാണ്? അപ്പോഴെന്താണ്? ഈ ഒരു സാൻഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സുദർശൻ പട്നായിക് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ബ്രാൻഡ് അംബാസഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു പോർട്ടലായിരുന്നു, ഒരു ഡാറ്റാബേസ് പോർട്ടലാണ്. MLAtrack.com എന്നുള്ള ഒരു പോർട്ടലാണ്. MLAമാരുടെ നിയമസഭയിലെ ദൈനംദിന ഇടപെടലുകളും ഹാജരും സഭയിൽ അവർ ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ പൊതുജനങ്ങൾക്ക് വിലയിരുത്തുന്നതിനും അതേപോലെ തന്നെ വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാറ്റാബേസ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഡാറ്റാബേസ്? MLAtrack.com എന്നുള്ള ഡാറ്റാബേസ് ആണ്. കേരളത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായി ആർട്രാപ്പ് ചെയ്ത വിമാനമായിട്ടുള്ള ദി ഫ്ലൈയിങ് ക്യാൻവാസ് അടുത്തിടെ പുറത്തിറക്കിയ എയർലൈൻ ഏതെന്നാണ്? അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ഇത്തരത്തിൽ എന്താണ്? ഒരു ഫ്ലൈറ്റ് ക്യാൻവാസ് ആക്കി മാറ്റിക്കൊണ്ട് ഒരു വിമാനം പുറത്തിറക്കിയിരിക്കുന്നത്. അത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ഭേദഗതി ബില്ലാണ്. ജൻവിശ്വാസ ഭേദഗതി ബില്ലാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ബില്ലാണെന്ന് ഓർത്ത് വെക്കുക. ചെറിയ നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കാനും അതേപോലെ ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബില്ലാണിത്. അപ്പോൾ 2026 മാർച്ച് 27 ഈ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വന്യജീവി മേൽപ്പാലം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലെ രന്തംബോർ മേഖലയിൽ തുറന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ്? വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിൽ മാറ്റമൊന്നും സംഭവിക്കാതെ സുഗമമായിട്ട് സഞ്ചാരം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വന്യജീവി മേൽപ്പാലം കൊണ്ടുവന്നിരിക്കുന്നത്. അത് എവിടെയാണ് വന്നതെന്ന് ഓർത്തു വെക്കുക. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പ്രസ് വേയിലെ രന്തംബോർ മേഖലയിലാണ് തുറന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ലിയോ മാർപ്പാപ്പ സന്ദർശിക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യം ഏതെന്നാണ്? മൊണാക്കോയാണ്. മാത്രമല്ല എന്താണ് മറ്റൊരു പ്രത്യേകത? എന്താണ്? 488 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മാർപ്പാപ്പ ഈ ഒരു രാജ്യം സന്ദർശിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 മാർച്ചിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മുൻ നേപ്പാൾ പ്രധാനമന്ത്രി ആരെന്നാണ്? KP ശർമ്മ ഒലിയാണ്. അപ്പോൾ ജൻസി വിപ്ലവത്തെ തുടർന്ന് അതിനെ അടിച്ചമർത്തിയതിനെ തുടർന്നാണ് എന്താണ്? മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ള കേസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നോക്കിയത് 2026 ജപ്പാൻ ഗ്രാൻഡ് പ്രീ കിരീടം നേടിയത് ആരെന്നാണ്? കിമി അന്റോനെല്ലിയാണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത്, കിരീടം നേടിയത്. പിന്നീട് ഒരു വിയോഗമാണ് നമ്മൾ നോക്കിയത്. 2026 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ നടൻ ആരെന്നാണ്? ഓർത്തുവെക്കുക. ജെയിംസ് ടോൾക്കൻ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഒരു അമേരിക്കൻ നടനാണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. 2025 നാഷണൽ ബുക്ക് ക്രിട്ടിക്സ് സർക്കിൾ അവാർഡിൽ ഫിക്ഷൻ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ A ഹാൻ കാൻ, ഓപ്ഷൻ B മീന കന്ദസ്വാമി, ഓപ്ഷൻ C അരുന്ധതി റോയ്, ഓപ്ഷൻ D സമന്ത ഹാർവേ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സാറ്റലൈറ്റ് മോണിറ്ററിംഗിനായി ടെൻഡർ നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ A മിസോറാം, ഓപ്ഷൻ B തെലങ്കാന, ഓപ്ഷൻ C അസം, ഓപ്ഷൻ D കർണാടക. അപ്പോൾ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. 2026 മാർച്ചിൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പുതിയ അധ്യക്ഷയായിട്ട് നിയമിക്കപ്പെട്ടത് ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ B ആണെന്നാണ്. സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. 2026 മാർച്ചിൽ UK അടുത്ത ഇന്ത്യൻ ഹൈ കമ്മീഷണറായി നിയമിതനായത് ആരെന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻ C ആണ് ശരി ഉത്തരം. പെരിയസ്വാമി കുമാരനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.